ഹേ ഹലോ നമസ്തേ ഗഫ്രസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീണ്ടും നമ്മുടെ എമ്പുരാന്റെ രണ്ട് ക്യാരക്ടർ റിവീൽ ആയിട്ടുണ്ട്. അപ്പൊ എമ്പുരാന്റെ നമ്മുടെ ചാനലിന്റെ ക്യാരക്ടർ സീരീസിന്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ് ഇത്. അപ്പൊ നമ്മുടെ രണ്ടുപേരും ലൂസിഫറിലുണ്ടായിരുന്നു. NDTVയുടെ മറ്റു ബന്ധപ്പെട്ട രണ്ട് ക്യാരക്ടറാണ്. ഒന്ന് ആളുടെ പേരെന്ന് പറഞ്ഞാൽ സഞ്ജീവ് കുമാർ ആണ് ഒന്നാമത്തെ ക്യാരക്ടർ. ജിജു ജോൺ എന്നാണ് പേര്. പിന്നെ രണ്ടാമത്തെ ആള് നൈല ഉഷയാണ് ഒറിജിനൽ പേര്. ക്യാരക്ടറിന്റെ പേര് അരുന്ധതി സഞ്ജീവ്, നമുക്ക് അറിയാവുന്നതാണ്. മറ്റേ കപ്പിൾസ് അതാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവരെ പ്രധാനപ്പെട്ട ഒരു സീനുണ്ട്, മറ്റേ യു ഹാവ് എ മെസ്സേജ്. യു ഹാവ് എ മെസ്സേജ് ഹാപ്പി 45 crore. ഒരുപാട് മീംസ് വന്നിട്ടുള്ളതാണ് ആ സിനിമയിലെ തന്നെ ഒരു അടിപൊളി ക്യാരക്ടർ, ഐക്കോണിക് ഇതാണ്. അപ്പൊ കൂടുതൽ NDTV ഇനി എങ്ങനെയാണ് IUF ന്റെ NBTV ആണ് തോന്നുന്നു, കമന്റ് ചെയ്യുക. അപ്പൊ NBTV NDTV TV ആ ന്യൂസ് ചാനല് എങ്ങനെയാണ് ഇനി IUF നെ അവതരിപ്പിക്കാൻ പോകുന്നതെന്ന് നമുക്ക് എമ്പുരാനിൽ കാണാം. അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ. വലിയൊരു പ്രശ്നം തീർത്തത് നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കൂടെയാണ് അവർ നിൽക്കാൻ പോകുന്നത്. തീർച്ചയായും. മറ്റേ അതിനകത്തൊരു ക്യാരക്ടർ, അത് ലാലേട്ടന്റെ ക്യാരക്ടറിൽ പറയുന്നുണ്ട്, ഈ ഡീല് നടത്തിയത് മണപ്പള്ളിയിൽ ചാണ്ടിയുമായിട്ടല്ല, മണപ്പാട്ടിൽ ചാണ്ടിയുമായിട്ടല്ല, ദിസ് ഡീൽ ഈസ് വിത്ത് ദ ഡെവിൾ. അപ്പൊ ഡയറക്റ്റ് ഡീല് നടത്തിയിരിക്കുന്നത് ഖുറേഷിയായിട്ടാണ്. അപ്പം എന്തൊക്കെയാണെന്നുള്ള വിശേഷങ്ങൾ നമ്മൾ സിനിമയിൽ അറിയാം, എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന്. പിന്നെ ഇതിനകത്ത് ക്യാരക്ടർ പോസ്റ്റർ കണ്ടിട്ട് കുറച്ചും കൂടെ ഡെപ്ത് വരാൻ സാധ്യത ഉണ്ടെന്നൊക്കെ തോന്നുന്നുണ്ട്. ഇതിനകത്ത് നൈല ഉഷയുടെ ക്യാരക്ടർ കുറച്ചുകൂടെ എന്തോ ആലോചിച്ചിരിക്കുന്നുണ്ട്. എന്ത് മറ്റേത് കുറച്ചുകൂടെ സ്ഥിരം ഒരു ഇത്. അപ്പൊ എന്തായാലും കൂടുതൽ നമ്മള് ഡീറ്റെയിലിംഗ് വലിയ രണ്ട് ക്യാരക്ടറിന്റെ മുഖത്തൊരു ടെൻഷൻ ഉണ്ട് എന്തോ. അപ്പൊ മിക്കവാറും ചിലപ്പോ പോസ്റ്റർ വേണ്ടി തന്നെ ഉണ്ടാക്കിയതായിരിക്കും ഫോട്ടോ എടുത്ത് സാധ്യത. അപ്പൊ എന്തായാലും ഇനി അടുത്ത രണ്ട് പോസ്റ്ററുകൾ നാളെ വരും. രാവിലെ 10 മണിക്കും വൈകുന്നേരം 6 മണിക്കാണ് ക്യാരക്ടേഴ്സ് റിവീൽ ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടറിന്റെ റിവീൽ ചെയ്യുന്ന ആ ഒരു രീതി മറ്റേ ബിഗ് ബോസിൽ ഇല്ല ഇത് പറഞ്ഞാണ്. കാരണം നമ്മള് അത് തന്നെ അതിനോടുള്ളൊരു ഇതില്ല. കുറച്ചുകൂടെ കഴിഞ്ഞ പ്രാവശ്യം ലൂസിഫർ ഇറങ്ങിയ സമയത്ത് ക്യാരക്ടർ ഓരോന്ന് വന്ന അടിപൊളിയായിരുന്നു. ഓരോന്ന് ഇങ്ങനെ ചെറിയ പോസ്റ്റർ സാധനം വന്നിട്ടാണ് ഓപ്പൺ ആയി. പക്ഷെ അത് കറക്റ്റ് ഒരു ബിഗ് ബോസിന്റെ പുലർച്ചെ 5 മണി അങ്ങനെ അത് ക്യാരക്ടറാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു തീം ID കാർഡ് നോക്കടാ. NBTV എന്നാണ് ചാനലിന്റെ പേര്. അപ്പൊ എന്താണ്, അപ്പൊ ഈ ക്യാരക്ടേഴ്സിനെ അവതരിപ്പിക്കുന്ന ആ ഒരു തീം നമുക്ക് അത്ര ഒരു വർക്കായിട്ട് തോന്നില്ല. നിങ്ങളെ ഒപ്പീനിയൻ നിങ്ങൾ കമന്റിൽ പറയണം. അപ്പൊ പിന്നെന്താണ്, എനിക്ക് തോന്നി ഇത്രയും മുടക്ക് മുതൽ എടുക്കുന്ന ടൈമിൽ നമുക്ക് കുറച്ചുകൂടെ പറ്റും. പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ ഇഷ്ടപ്പെട്ടു, അതായത് ഓരോ ക്യാരക്ടറിനെ അവർക്ക് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ള ഒരു ഇന്റർവ്യൂ പോലെ അത് നടത്തണം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അവതരിപ്പിക്കണം അറിയത്തില്ല. എനിക്ക് തോന്നുന്നു മുരളി ഗോപിക്കും ആന്റണി പെരുമ്പാവൂരിനും ലാലേട്ടനും പൃഥ്വിരാജിനും അങ്ങനെയുള്ള ടെക്നീഷ്യന്മാർക്കാണ് മെയിൻ സ്റ്റോറി അറിയുന്നുള്ള. അവരവരുടെ പോർഷൻ മാത്രം ബ്രീഫ് ചെയ്ത് കൊടുത്തെന്നാണ് എന്റെ ഒരു, ഇവരെല്ലാ ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം. വളരെ നോർമലായിട്ട് ഇതിൽ ക്യാരക്ടേഴ്സ് വന്ന് പോകണം, ആർക്കും സിനിമയായിട്ട് ഓവറോൾ ഐഡിയ ഇല്ല. ഇപ്പൊ നൈല ഉഷ തന്നെ അതിനകത്ത് പറയുന്നുണ്ട്, എന്റെ ക്യാരക്ടറും അതുപോലെ മൊത്തത്തിൽ പടം എങ്ങനെയാണെന്ന് അറിയാൻ തിയേറ്ററിൽ കാണാൻ ഞാൻ എക്സൈറ്റഡ് ആണെന്നുള്ളത്. ഇപ്പൊ ബൈജു ചേർന്നു അങ്ങനെ എല്ലാരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല എന്താണ് നടക്കുന്നത്. അപ്പൊ എന്തായാലും 27 വരെ വെയിറ്റ് ചെയ്താൽ നമുക്കറിയാം എങ്ങനെയാണെന്നുള്ള സംഭവം. അപ്പൊ നമ്മളും അത് പടത്തിന് വേണ്ടി ചെറിയ ചെറിയ ടിക്കറ്റ് ഹണ്ടിങ്ങും നിങ്ങളെ കൊണ്ട് വേറൊരു സ്റ്റൈലിൽ ഹണ്ട് ചെയ്ത് എടുക്കാനുള്ള കാര്യങ്ങൾ നമ്മളും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ സ്റ്റേ ട്യൂൺ ടു അവർ ചാനൽ. പിന്നെ പുതിയൊരു വിശേഷങ്ങൾ വരുന്നവരെ. Until then, ലൈൻ കട്ട്.